പുതുവർഷം 2026. ഇന്ന് 2026 ജനുവരി 1. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഒരു ദിവസം 1440 മിനിറ്റ്, 24 മണിക്കൂർ. ഒരു വർഷം 5,25,600 മിനിറ്റ്, 365 ദിവസങ്ങൾ. എത്രയോ വലിയ നേട്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു 2025. ഒപ്പം ഏറെ ദുരിതാനുഭവങ്ങളും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖവും ദുഃഖവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവുള്ളവർക്ക് എന്നും സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. ജീവിത വീക്ഷണമാണ് എല്ലാറ്റിൻ്റെയും ആധാരം. ബി പ്രസന്റ് ഇൻ ദ പ്രസന്റ് ഇൻ ഓർഡർ ടു ബി എ പ്രസന്റ് എന്ന ആപ്തവാക്യം ജീവിത വിജയം നേടിത്തരും. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിക്കാൻ ഉപയുക്തമാകുന്ന അത്തിമരത്തിൻ്റെ നല്ലൊരു ഉപമ ഓരോ വർഷവും ഇന്നേ ദിവസം നാം വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. അവിടെ ഫലം തരാത്ത അത്തിമരത്തെ വെട്ടിക്കളയാൻ യജമാനൻ പറയുമ്പോൾ ഒരു വർഷം കൂടി കാത്തിരിക്കാൻ കൃഷിക്കാരൻ അപേക്ഷിക്കുന്നു. യജമാനൻ വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പാപിയോടുള്ള ഈ സഹിഷ്ണുത വേദപുസ്തകത്തിലുടനീളം നാം വായിക്കുന്നുണ്ട്. ആദിമാതാപിതാക്കളോട്, കായേലിനോട്, നോഹയോട്, അഹാറിനോട്, യാക്കോബിനോട്, ജോസഫിൻ്റെ സഹോദരങ്ങളോട്, യോനായോട്, അവിശ്വസ്തത കാണിച്ച രാജാക്കന്മാരോട്, പത്രോസിനോട് സഹിഷ്ണുതയുടെ ആ ചരിത്രം ഇന്ന് നിന്നിൽ വന്ന് നിൽക്കുന്നു. എല്ലാത്തരം ചെടിക വൈകൃതങ്ങളുടെയും ഈറ്റില്ലമായ സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പുറപ്പെടുന്ന ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? രക്ഷയുടെ ഇടനിലക്കാരനായി 50 നീതിമാന്മാർ, 45, 40, 30, 20, 10 എന്നിങ്ങനെ പട്ടണത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പിതാവായ അബ്രഹത്തെ നാം കാണുന്നുണ്ട്. അത്രയേറെ വിട്ടുവീഴ്ച കാണിച്ചിട്ടും ആ നഗരത്തെ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം അനുതപിക്കാൻ കൂട്ടാക്കാത്ത അവർ അത്രമേൽ പാപികളായിരുന്നു. മുമ്പ് പ്രളയം മൂലം ലോകം മുഴുവൻ നശിപ്പിക്കുമ്പോൾ അതിന് കാരണമായത് മനുഷ്യൻ്റെ മ്ലേച്ഛത തന്നെയാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വന്തം ജനമായി അബ്രാഹത്തിൻ്റെ വംശത്തെ തിരഞ്ഞെടുത്ത ദൈവം താനല്ലാതെ മറ്റൊരു ദൈവം അവർക്കുണ്ടാകരുതെന്ന് കൽപ്പന കൊടുത്തു. വളരെ വലിയൊരു ജനതയാകാൻ ദൈവം കൂടെ നിന്ന് അവർക്ക് വേണ്ടി പൊരുതി. അവർക്ക് രാജ്യം നൽകി. BC 1050 രാജാക്കന്മാരെ നൽകി. പക്ഷേ അധികാരഭ്രമത്തെയും ജഡികാശക്തിയും മൂലം അവർക്ക് ലഭിച്ച അഭിഷേകം അവർ കളഞ്ഞുകുളിച്ചു. BC 933 രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു, യൂദായും ഇസ്രായേലും. ഇസ്രായേൽ ആദ്യം ദൈവകൽപ്പനകൾ ലംഘിച്ചു. നാട് മുഴുവൻ വിജാതീയ ബിംബങ്ങളും ക്ഷേത്രങ്ങളും കൊണ്ട് നിറഞ്ഞു. BC 721 അസറിയൻ പട ഇസ്രായേലിനെ അടിമകളായി കൊണ്ടുപോയി. അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ യൂദാ രാജാക്കന്മാരും അന്യദേവന്മാരുടെ പുറകെ പോയി. അവരെയെങ്കിലും നേർവഴിയിൽ കൊണ്ടുവരാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചു. അവരെയും അവർ നിരാകരിച്ചു. 345 വർഷം കഴിഞ്ഞ് BC 587 ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ യൂദാ രാജ്യവും ദേവാലയവും നാമാവിശേഷമാക്കി. സകല ജനതകളെയും 70 വർഷം അടിമകളാക്കി. അവരുടെ അവിശ്വസ്തതയ്ക്ക് പകരമായി ദൈവം വിട്ടുകൊടുത്ത ശിക്ഷയായിരുന്നു അത്. 517 പേർഷ്യൻ സൈന്യം
ബാബിലോൺ കീഴടക്കിയപ്പോൾ ഭരണാധിപനായ സൈറിയസ് ഇസ്രായേൽക്കാരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനും ദേവാലയ പുനർനിർമ്മാണം നടത്തുവാനും ദൈവനിവേശിതമായി സ്വാതന്ത്ര്യം നൽകി. അതിനായി ഖജനാവിൽ നിന്ന് നിർലോഭം സഹായങ്ങളും നൽകി. എന്നിട്ടും പാഠം പഠിക്കാത്ത ആ ജനതയെ വീണ്ടും 184 വർഷത്തിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം അടിമകളാക്കി. BC 60 ഇസ്രായേൽ റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന് കീഴിലാക്കി. മിശിഹ വരുമ്പോൾ ഈ ആധിപത്യങ്ങളെയെല്ലാം തുടയ്ക്കുമെന്നും അസ്തമിക്കാത്ത ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അവർ പ്രത്യാശിച്ചു. പക്ഷേ ദൈവരാജ്യം പ്രഘോഷിച്ച ദൈവപുത്രനായ ഈശോയെ അവർ ക്രൂശിലേറ്റി. അവർക്ക് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കി. 1 വർഷം ആയുസ് അത്തിമരത്തിന് നീട്ടിക്കൊടുത്തെങ്കിൽ ഇസ്രായേലിന് അബ്രഹാം മുതൽ യേശു വരെ 2000 വർഷമാണ് അനുദപിക്കാൻ ആയുസ് നീട്ടിക്കൊടുത്തത്. അവസാനം അവരെ തള്ളിക്കളഞ്ഞു കൊണ്ട് ഒരു പുതിയ ജനതയ്ക്ക്, തിരുസഭയ്ക്ക് യേശു രൂപം കൊടുത്തു. പഴയ നിയമത്തിലെ നിയമങ്ങളെ ഭേദഗതി ചെയ്തും പൂർണ്ണമാക്കിക്കൊണ്ടും സ്നേഹത്തിന്റെ പ്രമാണമായ പുതിയ നിയമം നൽകി. അന്നുവരെ അദൃശ്യനും അഗോചരനുമായിരുന്ന ദൈവം കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും കൈകൊണ്ട് സ്പർശിക്കുവാനും ഹൃദയം കൊണ്ട് അനുഭവിക്കുവാനും തക്കവണ്ണം വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്രേ അരികിൽ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു. നമ്മുടെ കൂടെ നിന്ന് സദാ അനുഗ്രഹമഴ പൊഴിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്ര സാമീപ്യമുള്ള വേറെ ഏത് ജനതയാണുള്ളത് എന്ന വചനം യേശുവിൽ അന്വർത്ഥമായിരിക്കുന്നു. പഴയ ഇസ്രായേൽ ജനതയെപ്പോലെ ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ജനതയാകാതെ സുകൃത സമ്പന്നമായ ഒരു പുതിയ ഇസ്രായേലാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ വർഷവും നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത് ദൈവിക ഫലങ്ങൾ കായ്ക്കുന്ന അത്തിമരങ്ങളാകാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ചിന്തകളെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ അവനിൽ ക്രൂശിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു.